ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മളൊരു കോംബോ സെറ്റാണ് ചെയ്യുന്നത്. ഹെയർ ബാൻഡും മാലയും ബ്രേസ്ലെറ്റും കമ്മലും കൂടിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വയർ ഹെയർ ബാൻഡ്, 2 എൻഡ് ബീഡ്സ്, അതുപോലെ ഇതുപോലെയുള്ള സിൽവർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 6 mm വൈറ്റ് പേൾസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മലുണ്ടാക്കുന്ന ഇയർ ഹുക്ക് ഉണ്ടല്ലോ, അതും പിന്നെ ഇതുപോലുള്ള ഗ്ലാസ് ടൈപ്പ് ബീഡാണ്. ഇതിപ്പോൾ ഞാൻ ഹാർട്ടും സെയിം കളർ തന്നെ ബോൾ ടൈപ്പുള്ള ബീഡുമാണ് എടുത്തിരിക്കുന്നത്. അത് എന്തിനാണ് 2 എണ്ണം എടുത്തിട്ടുള്ളതെന്ന് നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഇത് നമുക്ക് പല കളേഴ്സായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ മിക്സഡ് ആയിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ കളറിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ B7000 ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ മാല ഉണ്ടാക്കാനും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുമുള്ള മെറ്റീരിയൽസും കൂടെ ആവശ്യമുണ്ട്. ബ്രേസ്ലെറ്റ് നമ്മൾ ചെയ്യുന്നത് ഇലാസ്റ്റിക് ത്രെഡിലാണ്. മാല നമ്മൾ ചെയ്തിട്ടുള്ളത് ഗിയർ വയറിലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം ഹെയർ ബാൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പേൾ എടുത്തിട്ടുണ്ട്. അതാണ് ആദ്യം കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 5 mm സിൽവർ കളർ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും വൈറ്റ് പേൾ, പിന്നീട് സിൽവർ ബോൾ, അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ കോർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഹെയർ ബാൻഡിൽ ആ ഹാർട്ടിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് വരെയാണ് നമ്മളിത് കോർത്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇത് അവിടെ വരെ നമുക്ക് കോർത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എൻഡ് പൊസിഷനിലായിട്ട് നമ്മുടെ എൻഡ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാ ഞാൻ എൻഡ് ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഹാർട്ട് ഉണ്ടല്ലോ, അത് കുറച്ച് വലിപ്പമുള്ള ആ ഒരു ടൈപ്പാണ് കേട്ടോ. നോർമലി നമുക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ഗ്ലാസ് ബീഡല്ല, ഗ്ലാസ് ടൈപ്പ് ഹാർട്ട് തന്നെ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ബീഡ് ഒരെണ്ണം കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബീഡ്സ് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഈ ഗ്ലാസ് ബീഡും ഒട്ടിച്ചിട്ട് തന്നെ നമുക്ക് വെക്കാൻ പാടുള്ളൂ. എന്നാലേ നമ്മൾ കുട്ടികൾ തലയിൽ വെക്കുമ്പോൾ അതിങ്ങനെ അനങ്ങാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു സിൽവർ ബോൾ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഹാർട്ട് ഷേപ്പുള്ള ബീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെയും സിൽവർ ബോൾ, പിന്നെ ഹാർട്ട് ഷേപ്പ്, അങ്ങനെ 3 ഹാർട്ട് ഷേപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മൂന്നാമത്തെ ഹാർട്ട് ഷേപ്പുള്ള ബീഡ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റ് പേളിൽ നിന്ന് തന്നെയാണ്. വൈറ്റ് പേളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സിൽവർ ബോൾ ഇടുന്നു, വൈറ്റ് പേൾ ഇടുന്നു, വീണ്ടും സിൽവർ ബോൾ ഇടുന്നു. അങ്ങനെ ഇട്ട് നമ്മൾ ആ ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എൻഡ് ബീഡും കൂടെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പെയറായിട്ട് എങ്ങനെയാണ് കമ്മൽ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി 2 ഇയർ ഹുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രീൻ കളറിലെ ഹാർട്ട് ഷേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പകരം നമ്മൾ ഈ കമ്മലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ബോളാണ്. സെയിം കളറാണ്. കാരണം ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡിൽ ഹൊറിസോണ്ടലായിട്ടാണ് അതിൻ്റെ ഹോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കമ്മൽ നമുക്ക് ചെയ്യുമ്പോൾ ഹാർട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് സെയിം കളറിലെ ബോൾ ഷേപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിതുപോലൊരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഹെഡ് പിൻ എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഏറ്റവും ആദ്യം നമ്മളൊരു സിൽവർ ബോൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എടുത്ത പോലത്തെ ആ ഒരു ഗ്ലാസ് ബീഡ്, അതും വലിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ചെറിയ ഗ്ലാസ് ടൈപ്പുള്ള ബീഡല്ല, വലിയ ടൈപ്പ് ബീഡാണ് എടുത്തിരിക്കുന്നത്. ആ ബീഡ് കോർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 6 mm വൈറ്റ് പേൾ ഒരെണ്ണം കോർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം മാത്രം നിർത്തി എക്സസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആ എക്സസ് ഉള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഭാഗം അവിടെ നിർത്തിയില്ലേ, ആ കുറച്ചുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ വെച്ചിട്ട് ഇതിനെ പതിയെ ഒന്ന് വളച്ചെടുക്കുക. കുറച്ചൊന്ന് വളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇയർ ഹുക്കിൻ്റെ ആ ഒരു ഹോള് ഇതിൽ കൂടെ കടത്തി വിട്ടതിന് ശേഷം അതൊന്ന് ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ പെയറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കമ്മൽ വരുന്നത്. ഇത് ഹെയർ ബാൻഡിനോട് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, മാച്ച് ചെയ്ത് പോകുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല രസമാണത് കാണാൻ. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റിന് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം തന്നെ വൈറ്റ് പേൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സിൽവർ ബോൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും വൈറ്റ് പേൾ കോർക്കുന്നുണ്ട്. പിന്നീട് സിൽവർ ബോൾ കോർക്കുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കുറച്ച് ലെങ്ത്തിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ടോപ്പ് പോർഷൻ കുട്ടികൾ ഇടുമ്പോൾ നമ്മുടെ കൈയുടെ മേളിൽ വരുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ മുത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സൈഡിൽ വരുന്ന 2 സൈഡിലും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആ ഒരു 2 എൻഡ് പോർഷൻ, 2 സൈഡും നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ കോർത്തെടുത്തതുപോലെ തന്നെ വൈറ്റ് പേൾ, സിൽവർ ബോൾ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കോർത്തെടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് കുട്ടികളുടെ കൈയുടെ ആ ഒരു വണ്ണം അനുസരിച്ച് നമുക്ക് വേണ്ട ലെങ്ത്തിൽ നമ്മൾ വൈറ്റ് ബീഡും അതുപോലെ തന്നെ സിൽവർ ബീഡും കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഹെയർ ബാൻഡിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഹാർട്ട് ഷേപ്പ് ബീഡില്ലേ, ആ സെയിം ബീഡാണ് കേട്ടോ കോർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണമാണ് കോർക്കുന്നത്. ആ ഒരെണ്ണം കോർത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വൈറ്റ് പേൾ സിൽവർ ബീഡ്, വൈറ്റ് പേൾ സിൽവർ ബീഡ് എന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വേണ്ട ലെങ്ത്ത് നമ്മൾ കവർ ചെയ്തതിന് ശേഷം ടൈ ചെയ്ത് കൊടുക്കുക. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ അത് കാണാൻ. കുട്ടികൾ ഇട്ട് കഴിയുമ്പം കാണാൻ നല്ല കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ടൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ടൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബീഡ്സ് എല്ലാം കോർത്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡ് നല്ല രീതിയിൽ വലിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. അതായത് അത് കുറച്ചൊന്ന് നമ്മളിങ്ങനെ വലിച്ച് 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 ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്നൊരു മയം വരും. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നൊരു 2-3 പ്രാവശ്യം, 2-3 അല്ല ഒരു 4-5 പ്രാവശ്യം നമ്മളത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക, രണ്ടറ്റവും പിടിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേസ്ലെറ്റിൻ്റെ ത്രെഡിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ ഇതുപോലെ കറക്കി ഇതിനുള്ളിൽ കൂടെ ഒന്ന് ലോക്ക് ചെയ്യുന്ന പോലെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള എൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് രണ്ട് സൈഡും വലിക്കുക. രണ്ട് എൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് റൈറ്റ് സൈഡിലുള്ള നമ്മുടെ റൈറ്റ് എൻഡ് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് എൻഡ് ലെഫ്റ്റ് സൈഡിലേക്കും വലിക്കുക. അങ്ങനെ വലിക്കുമ്പോൾ അതൊരു ടൈ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ നോർമലി കെട്ടിടുന്നത് പോലെ, നോർമലി നമ്മളിടുന്ന നോട്ട് പോലെ തന്നെ ഒരു രണ്ട് ലെയറുള്ള ഒരു നോട്ട് ഇടുക. അത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടെൻഡും നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ചെയ്യുക. കുറച്ച് പോർഷൻസ് ബാക്കി ഉണ്ടാവുമല്ലോ, എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്ലൂവും കൂടെ അതിനിടയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാലയും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗിയർ വയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ മാലയ്ക്ക് ലെങ്ത്ത് വേണ്ടത് അതിനേക്കാൾ കുറച്ച് നീളം കൂടുതലായിട്ടുള്ള വരുന്ന രീതിയിൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു എൻഡിലേക്ക് ഞാനൊരു ഗിയർ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൈഡ് റിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എൻഡ് ഉണ്ടല്ലോ, ആ ഒരു ഗിയർ വയറിൻ്റെ എൻഡ് നമ്മൾ വളച്ച് ആ ഗിയർ ലോക്കിൽ കൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിന് വലിച്ച് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ത്രെഡിൻ്റെ അറ്റത്തായിട്ട് സൈഡ് റിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 6 mm വൈറ്റ് പേൾസ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിൽവർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 വൈറ്റ് പേൾ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു സിൽവർ ബോൾ, പിന്നീട് 2 വൈറ്റ് പേൾ, പിന്നീട് സിൽവർ ബോൾ, വീണ്ടും വൈറ്റ് പേൾ. ആ രീതിയിൽ 6 സെറ്റ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ബോളാണ് എടുത്തിട്ടുള്ളത്, ഹാർട്ട് ഷേപ്പ് അല്ല. നമ്മൾ കമ്മലുണ്ടാക്കാൻ എടുത്തിട്ടുണ്ടല്ലോ, അതേ സെയിം ബോൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു സിൽവർ ബോൾ ഇടുന്നു. 2 വൈറ്റ് പേൾ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു സിൽവർ ബോൾ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ കളറിലുള്ള ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ബോൾ ടൈപ്പ് തന്നെയാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു സിൽവർ ബോൾ, പിന്നീട് 2 വൈറ്റ് പേൾ, പിന്നെയും സിൽവർ ബോൾ ഇട്ടിട്ട് വീണ്ടും ഒരു ഗ്രീൻ ഗ്ലാസ് ടൈപ്പുള്ള ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 5 ബീഡ്സാണ് കോർത്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ ഓർഡറിൽ ഒരു സിൽവർ ബീഡ്, 2 വൈറ്റ് പേൾ, വീണ്ടും സിൽവർ ബീഡ്, ആ രീതിയിൽ 6 സെറ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കോർത്തുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ കോർത്തെടുക്കുക. അതിനുശേഷം വീണ്ടും 10 വൈറ്റ് പേൾ മാത്രം കോർത്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ലോബ്സ്റ്റർ ലോക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ലോക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലോക്കും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സൈഡ് റിങ് കണക്ട് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ലോക്കും കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഗിയർ ലോക്ക് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എക്സസ് ഉള്ള ഒരു ഗിയർ വയറിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്ത് കളയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ്, അതായത് ഹെയർ ബാൻഡും ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ മാല, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോംബോ വരുന്നത്. ഈ ഒരു കോംബോ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നിട്ടുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കും കൂടുതലായിട്ട് സെയിലാവാൻ സാധ്യത. അപ്പോൾ നല്ല എളുപ്പമാണ്, എല്ലാ ആളുകൾക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.